ലേറ്റസ്റ്റ് ആയിട്ട് കിച്ചു ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാഹി മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറുമായിട്ടൊക്കെയായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇൻ്റർവ്യൂവിനകത്ത് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി ഭാവിയിൽ എന്താണ് പ്ലാൻ, പിന്നെ രേണുവുമായിട്ട് ഇപ്പോൾ സംസാരിക്കാറുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയായിരുന്നു ആ ഒരു വീഡിയോയിൽ, ആ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻ്റർവ്യൂ വരുന്നതിന് തലേ ദിവസമായിരുന്നു ഇത് കണക്ക് രേണു ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻ്റർവ്യൂവിൽ കിച്ചുവിനെതിരെ കുറേയധികം കാര്യങ്ങൾ രേണു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചു എന്നെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് പോലും വന്ന് കണ്ടിട്ടില്ല, 11 വയസ്സ് തൊട്ട് അവൻ നോക്കിയതാണ്, എന്നിട്ട് പോലും എന്നോട് ദേഷ്യമുള്ള കണക്കാണ് അവൻ പെരുമാറുന്നത്, എന്തുകൊണ്ടെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ദിവസം വരെ നല്ലോണം സംസാരിച്ചിട്ട് പെട്ടെന്നാണ് അവൻ എൻ്റെ അടുത്ത് സംസാരിക്കാതായത്. കുറേയധികം പേര് അവനെ വെച്ചുകൊണ്ട് എനിക്കെതിരെ സംസാരിച്ചതാണ്, അതിൽ പെട്ടുപോയതാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇനി അവനുമായിട്ടൊരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ എനിക്ക് താല്പര്യമില്ല, എനിക്കെൻ്റെ മോനുണ്ട് എന്നുള്ള രീതിയിൽ, ഋതപ്പനുണ്ട് എന്നുള്ള രീതിയിലും രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കിച്ചുവിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് ഇനി രേണുവിനെതിരെ എന്തെങ്കിലും പറയുമോ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കിച്ചു അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞത് ഭാവിയിൽ എന്തൊക്കെയാണ്, ഇപ്പം ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഒരു ടീഷർട്ടിൻ്റെ, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീട് വെക്കണം എന്നുള്ളതാണ്, ആരും ഇറക്കി വിടാത്ത ഒരു വീട് സ്വന്തമായിട്ട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കൂടെ തന്നെ രേണുവിനെ പറ്റി ചോദിച്ച സമയത്ത് രേണുവിനെ പറ്റി പറഞ്ഞത് മെസ്സേജൊക്കെ അയക്കാറുണ്ട്, പക്ഷെ ഭയങ്കര ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഇല്ല എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. വേറെ ഒന്നും അങ്ങനെ രേണുവിനെക്കുറിച്ച് മോശമായിട്ടോ ഒന്നും തന്നെ ആ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂ വന്നതിന് പിന്നാലെ കിച്ചുവിന് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കിച്ചുവിനെ കണ്ടില്ല, എന്ത് മാന്യമായിട്ടാണ്, രേണുവിനെ പറ്റി വലുതായിട്ടൊന്നും സംസാരിച്ചൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ രേണു ഉണ്ടെങ്കിൽ ഇതാണ് കിച്ചുവിനെതിരെ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ സംസാരിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ വീഡിയോയിൽ താഴെ വന്നിട്ട് കമൻ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു.